കർത്താവ് ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. ഇനിയുള്ള സമയം ദൈവവചനം കേൾക്കാനുള്ള സമയമാണ്. കഴിഞ്ഞ രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേട്ടത്. ആ നിലയിൽ ഇന്നും കർത്തൃദാസനെ ദൈവം ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ ഈ പന്തലിലായിരിക്കുന്നവർക്കും ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ നമ്മെ കേൾക്കുന്നവർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകേണ്ടതിന് ഇന്ന് രാത്രി കർത്തൃദാസനെ ദൈവകരങ്ങളിലെടുത്ത് ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. കർത്താവ് ആവശ്യമായ കൃപ നൽകി ആദരിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്തൃദാസനെ ക്ഷണിക്കുന്നു. ഒടുവിൽ ഫിലിപ്പുട്ടിച്ചാൻ മുമ്പോട്ട് കടന്നു വന്ന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കും. നമുക്ക് സന്തോഷത്തോടെ പിരിഞ്ഞു പോകാം. എല്ലാ നിലയിലും ദൈവം നമുക്ക് ആവശ്യമായ കൃപ നൽകട്ടെ. ഇപ്പോൾ ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്തൃദാസനെ ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തിൽ ഇവിടെയുള്ള ദൈവജനം പേയാട് ബ്രദറൻ അസംബ്ലി ആഗ്രഹം അധ്വാനം സാധിപ്പിച്ച ദൈവത്തെ ഇവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് അവരുടെ ഹൃദയംഗമായ നന്ദിയും സ്തോത്രവും അർപ്പിച്ച വേളയിൽ ഞാനും എല്ലാവരോടും ചേർന്ന് സ്തുത്യനായ നിത്യനായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നമ്മെ ആദരിക്കുന്ന നമ്മെ തൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്ന അത്യുന്നത ദൈവമായ സ്വർഗീയ പിതാവിനും ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഇതിൻ്റെ ചുമതലപ്പെട്ട മൂപ്പന്മാരായ എം പി സാജു ബ്രദറിനും ടി കെ ബാബു സഹോദരനോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി എടുത്തു പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നാം കേട്ടതുപോലെ അവരുടെയും തീരുമാനവും ആഗ്രഹവും പ്രകാരമാണല്ലോ ഇളയവരായ ഞങ്ങൾക്കും ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം വളരെ സന്തോഷവും ദൈവകൃപയും അനുഭവിക്കാനും ആത്മീയവും ഭൗമികവുമായ നിങ്ങളുടെ കരുതലുകൾ വളരെ സന്തോഷത്തോടെ അനുഭവിപ്പാനും ഞങ്ങൾക്കും ദൈവം വളരെ കൃപ ചെയ്തു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സഭയുടെ തൂണുകളായിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ജ്യേഷ്ഠ സഹോദരന്മാരെയൊക്കെ ഞാൻ പേര് പറയാതെ തന്നെ അവരോടുള്ള സ്നേഹവും കരുതലും ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. അവരെനിക്ക് നൽകിയ ആദരവിനും കരുതലിനും കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ പ്രാർത്ഥനയ്ക്കും ഞങ്ങൾ എന്നുമെന്നും നന്ദിയുള്ളവരായിരിക്കും. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ പാട്ടുകൾ പാടിയ ഹെവൻലി പ്രസൻസ് പ്രിയ ടി കെ ബാബു സഹോദരന് മകള് മറ്റ് പ്രിയപ്പെട്ടവർ ഇവിടെ വന്നവരൊക്കെ എത്ര മനോഹരമായ പാട്ടുകൾ. ഞാൻ ഈ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി മഴ പെയ്തതായിട്ടല്ല, പ്രകൃതി പോലും അതിന് താളം ചവിട്ടിയെന്ന, പ്രകൃതി പോലും അത് ആസ്വദിക്കുകയായിരുന്നു. എത്ര അനുഗ്രഹീതമായ കാര്യം. ദൈവം തൻ്റെ ദാസന്മാരുടെ ശുശ്രൂഷകളെ ആദരിക്കുകയും അതൊക്കെ നിത്യതയ്ക്കായിട്ട് അനേകരുടെ ആത്മരക്ഷയ്ക്കായിട്ട് വരുംകാല ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇക്കാലത്തുള്ള ദൈവജനത്തിൻ്റെ ആത്മീയ അഭിവൃദ്ധിക്കായിട്ട് ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാനും സന്തോഷത്തോടെ ഓർക്കുന്നു. ദൈവം നമുക്കെല്ലാവർക്കും ധാരാളമായ കൃപ നൽകി സഹായിക്കട്ടെ എന്ന് ഞാൻ പരസ്യമായിട്ട് ഓർക്കുന്നു. തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിനായിട്ടാണല്ലോ നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നത്. അത് പാട്ടുകളിൽ കൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് നേരിട്ട് കേൾക്കാനും പറയാനും ലഭിക്കുന്ന ഭാഗ്യം എത്ര വലുതാണ്. ഇവിടെ നടക്കുന്ന യോഗങ്ങളുടെ
അവസാനത്തെ യോഗത്തിൽ എന്ത് സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴെൻ്റെ മനസ്സിൽ നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യഹൂദന്മാരുടെ ഉത്സവ വേളയിൽ സംസാരിച്ച അവസാനത്തെ ആ ഉത്സവത്തിൻ്റെ അവസാന സന്ദേശം കൊടുത്തത് വളരെ പ്രസക്തമായിട്ട് ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നു. യെരുശലേമിൽ വന്ന് അവിടെ നടന്ന കൂടാര പെരുന്നാളിൻ്റെ അവസാന ദിവസത്തിൽ അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി വന്ന് അനേകായിരം ജനത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന നമുക്കും ഈ ചുറ്റുപാടുകളിൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായിട്ട് തീരും. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് നാം പ്രാരംഭമായിട്ട് വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ, 39 വരെയുള്ള വാക്യങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ആത്മാവ് വന്നില്ലായിരുന്നു. താങ്ക് യു കുഞ്ഞെ. ദൈവം തൻ്റെ വചനത്തെ നമുക്കെല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ. യേശു ഉറക്കെ പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. മഹാദിനമായ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. യഹൂദന്മാരുടെ ഉത്സവം അത് 7 ആ ഉത്സവങ്ങൾ അവരുടെ ഭക്തിയുടെ വലിയ പ്രകടനങ്ങളാണ്. യെരുശലേം പട്ടണം ലോകത്തുള്ള എല്ലാ ഭക്തിയുടെയും കേന്ദ്രസ്ഥാനമാണ്. അതിനേക്കാൾ ഒരു വിശുദ്ധ ഭൂമി എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥലവും ലോകത്തിലില്ല. ദൈവത്താൽ ആദരിക്കപ്പെട്ട, ദൈവം തിരഞ്ഞെടുത്ത ആ പട്ടണത്തിൽ അവിടെ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം സ്ഥാപിക്കപ്പെട്ട ദേവാലയത്തിൽ നടക്കുന്ന വലിയ ഉത്സവങ്ങൾ, ആണ്ടിൽ 7 ഉത്സവങ്ങൾ. അത് ഒരുമിച്ച് കൂടാനും സന്തോഷിക്കാനും പാട്ടുകൾ പാടാനും ആരാധനയായിട്ടിരിക്കാനും യാഗങ്ങളൊക്കെ കഴിക്കാനും ആണ്. ഇവിടെ യെരുശലേമാണ് പ്രദേശം, ദേവാലയമാണ്. അവിടെ പുരോഹിതന്മാരുടെ വലിയൊരു നിരയുണ്ട്, അവിടെ യാഗങ്ങളുണ്ട്, അവിടെ സുഗന്ധം വമിക്കുന്ന ആ സുന്ദരമായ ആ സന്ദർഭത്തിൽ ജനങ്ങൾ വളരെ ദൈവത്തോട് അടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ആ സന്ദർഭത്തിൽ ശീലോവാം കുളത്തിൽ നിന്നുള്ള വെള്ളം അവിടെ കൊണ്ടുവന്ന് പുരോഹിതന്മാർ അതെല്ലാവരും കാട്ടിക്ക് ദൈവസന്നിധിയിൽ ഒഴിച്ച് ദൈവം തൻ്റെ ജനത്തിന് ദാഹം തീർത്ത ആ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു കാര്യമായിട്ട്, ഒരു ഉത്സവമായിട്ട്, ഒരു സന്തോഷ സന്ദർഭമായിട്ട് ഇതിരിക്കുന്നു. യഹോവയുടെ ഉത്സവങ്ങളെന്നാണ് ഈ ഉത്സവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കാലാന്തരത്തിൽ പേരിന് വ്യത്യാസം വന്നു. യോഹന്നാൻ്റെ സുവിശേഷം നാം വായിച്ച 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ. യഹോവയുടെ ദൈവത്തിൻ്റെ പെരുന്നാളുകൾ ഇപ്പോൾ തലമുറകളൊക്കെ കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിൻ്റെ പെരുന്നാളെന്നല്ല, യഹോവയുടെ പെരുന്നാളെന്നല്ല, അത് യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിനും ദൈവഭക്തിക്കും സ്ഥാനം കൊടുക്കേണ്ടുന്ന ഇടത്ത് ഇപ്പോൾ ദൈവത്തിന് സ്ഥാനമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു. മരുഭൂമിയിൽ ദൈവം തൻ്റെ ജനത്തെ നടത്തിയ അത്ഭുതകരമായ നടത്തിപ്പാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന പശ്ചാത്തലം എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കൂടെ ദൈവം അവിടെ നടത്തി. മരുഭൂമിയിൽ 40 വർഷം ആളുകൾ കുറച്ചൊന്നുമല്ല, 20 ലക്ഷത്തിലധികം ആളുകൾ
അവർ മരുഭൂമിയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് യാത്ര പുറപ്പെടുകയാണ്. ആ മരുഭൂമിയിൽ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം അവരെ നടത്തിയ അത്ഭുതകരമായ ആ കാര്യത്തെ, അവർ കൂടാരങ്ങളിൽ വസിച്ച ആ ദിവസങ്ങളെ, അന്യദേശത്ത് പരദേശികളെന്ന നിലയിൽ, യാത്രക്കാരെന്നുള്ള നിലയിൽ അവർ ജീവിച്ച ആ സന്ദർഭത്തിൽ മോശ വിളിച്ചു പറഞ്ഞ വാക്കുകളെ കൂടെ ഈ സന്ദർഭത്തിൽ ഓർക്കുവാനായിട്ട് സാധിക്കും. ജനം വളരെ വലഞ്ഞ ദിവസങ്ങൾ, ദാഹിച്ച ദിവസങ്ങൾ, വെള്ളമില്ലാതെ അവർ പിറുപിറുത്ത സന്ദർഭത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവർക്ക് കൊടുത്ത ആ സമ്പന്നമായ കരുതൽ, ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് ദൈവം അയച്ച ആ വെള്ളത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് അവരെ തൃപ്തിപ്പെടുത്തിയ ആ കാര്യം. സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മോശയോട് കൽപ്പിച്ചു, മോശ, ഈ ജനത്തിന് എനിക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് കഴിയും, ദാഹം തീർക്കാനായിട്ട് എനിക്ക് സാധിക്കും. നീ ഒരു കാര്യം ചെയ്യണം, അവിടെ കാണുന്ന പരുക്കൻ ആ കല്ലുകളുണ്ടല്ലോ, ആ പാറയോട് നീ സംസാരിക്കണം. ആ പാറയോട് സംസാരിക്കുമ്പോൾ ആ പാറ അല്ലെങ്കിൽ ആ പാറ ജലതടാകങ്ങളായിട്ട് മാറും. തീക്കൽ പാറകൾ എന്ന് പറഞ്ഞാൽ വലിയ ചുറ്റി കൊണ്ടടിച്ചാൽ വെറും തീ മാത്രം വരുന്ന ആ പാറയോട് ഒന്ന് പറയുക, സംസാരിക്കുക. ഞാൻ എൻ്റെ മഹത്വം, നീ പാറയോട് സംസാരിക്കുമ്പോൾ ജനമെല്ലാം ചുറ്റും നിന്നത് കേൾക്കണം. അവരുടെ എല്ലാം മുമ്പാകെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച ദൈവം എനിക്ക് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനാണെന്ന് പറഞ്ഞ് പാറയിൽ നിന്ന് വെള്ളം പാറയിൽ ഉറവയുള്ളതല്ല, ആ ഉറവയില്ലാത്ത, ഒട്ടും വെള്ളമില്ലാത്ത വെറും പാറ മാത്രമായ ആ തീക്കൽ പാറയിൽ നിന്ന് 20 ലക്ഷത്തിലധികം ജനത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കുക. 2 ബക്കറ്റ് വെള്ളം കൊടുത്ത നല്ല ഇവിടുത്തെ വിഷയം. മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് അവരുടെ പ്രാണൻ വെള്ളത്തിനായിട്ട് ദാഹിച്ച് ദിവസങ്ങൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയ ആ സന്ദർഭത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, നീ കൽപ്പിക്കുക, ഞാൻ പ്രവർത്തിക്കും. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തെ അതേപടി കേട്ട് ശ്രദ്ധയോട് അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പേയാട് പ്രദേശത്തോട് ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി ശ്രദ്ധിച്ച് കേൾക്കണം. അതെത്ര ഉന്നതനാണെങ്കിലും, ഡസൻറ്റ് മാറ്റർ ഹൂ യു ആർ. വളരെ ഉന്നതനാണെങ്കിലും യഹോവയായ ദൈവം കൽപ്പിക്കുന്നത് കേൾക്കണം. അവൻ അരുളി ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കും. എന്നാൽ ദൈവദാസനായ മോശ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ ജനം തന്നെ തിരക്കി തനിക്ക് വിരോധമായിട്ട് സംസാരിച്ച് തൻ്റെ ഹൃദയത്തെ വളരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അദ്ദേഹം ജനത്തെ കൂട്ടി വരുത്തിയിട്ട് അവരോട് പറഞ്ഞു, മത്സരികളെ, ഈ പാറയിൽ നിന്ന് വെള്ളം തരാനായിട്ട് ആണോ എൻ്റെ ജോലി? പാറയിൽ നിന്ന് വെള്ളം തരിക അത് ദൈവം കൽപ്പിക്കും. പക്ഷേ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദൈവം തനിക്ക് കൊടുത്ത ദൈവസന്നിധിയിൽ വെച്ചിരുന്ന വടിയെടുത്ത് പാറയെ 2 പ്രാവശ്യം അടിച്ചു. പാറയോട് കൽപ്പിക്കണം. യഹോവയായ ദൈവം പറയുന്നത് അതേപടി അനുസരിക്കണം. അതിനോട് കൂട്ടാനും കുറയ്ക്കാനും ആർക്കും അത് പ്രസംഗകനും തിരുമേനിക്കും ഏത് ഉന്നതനും യാതൊരു അധികാരവുമില്ല. ദൈവവചനത്തെ അതേപടി പ്രസംഗിക്കുക. അത് പാറയെ തകർക്കുന്ന ചുറ്റികയെന്ന് മാത്രമല്ല, അത് പാറയിൽ നിന്ന് വെള്ളമില്ലാത്തിടത്ത് നിന്ന് വെള്ളം സമൃദ്ധിയായിട്ട് കൊണ്ടുവിടുന്നവനുമാണ്. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനുസരണക്കേടിൽ കലാശിച്ചു സംഗതി. പക്ഷെ ദൈവം വിശ്വസ്തൻ. മനുഷ്യൻ്റെ അവിശ്വസ്തത ഒരിക്കലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു തടസ്സമായിട്ട് തീരുന്നില്ല. രാത്രി അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാം വളരെ വിശ്വസ്തരായതുകൊണ്ടല്ല ദൈവം തൻ്റെ കാര്യപരിപാടി ഈ ഇരുണ്ട നൂറ്റാണ്ടിലും ദൈവം ആത്മീയമായിട്ട്, ഞാൻ ഉദ്ദേശിച്ചത്, നിർവഹിക്കുന്നത്. മോശ പാറയെ
വടി കൊണ്ടടിച്ചു. വെള്ളം സമൃദ്ധിയായിട്ട് പുറപ്പെട്ടു. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ ഈ ജനത്തിന് മുമ്പാകെ എന്നെ വിശുദ്ധീകരിക്കാനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ അതേപടി നീ അനുസരിക്കാതിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർവഹിക്കും. ഈ ജനത്തിന് സമൃദ്ധിയായ വെള്ളം ഞാൻ കൊടുത്തു. എന്നാൽ അനുസരണക്കേടിന് എപ്പോഴും ശിക്ഷയുണ്ട്. ഞാൻ വാഗ്ദത്തം ചെയ്ത നീ ഈ 20 ലക്ഷത്തിലധികം ആളുകളെ നേതൃത്വം കൊടുത്തു കൊണ്ടുപോകുന്ന ജനത്തെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകും. ഏത് മരുഭൂമിയിലും ഏത് പ്രശ്നങ്ങളിലും ഏത് മഴയുള്ള സന്ദർഭത്തിലും സുവിശേഷം അതിൻ്റെ പ്രവൃത്തി നിർവഹിക്കും. ദൈവം തൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി നിർവഹിക്കും. എന്നാൽ അനുസരണക്കേട് നിമിത്തം മോശയ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. രാത്രി അതൊരു വലിയ പാഠമായിട്ടതിരിക്കും. ദൈവവചനത്തെ ചുറ്റുപാടുള്ള ഭവനങ്ങളിൽ കേൾക്കുന്ന താങ്കൾ ആരായാലും ദൈവവചനത്തെ യഥാർത്ഥമായിട്ട് കേൾക്കണം. അത് നാം ഒരുമിച്ചത് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ വള്ളി പുള്ളി വ്യത്യാസം വരുത്താതെ ആ കാര്യം നിർവഹിക്കുമ്പോൾ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. അവന് ആ സുവിശേഷത്തിന് ദൈവമഹത്വത്തിന് തടസ്സമായിട്ട് തിരിച്ചെടുക്കുവാനായിട്ട് യാതൊന്നിനും സാധിച്ചില്ല. ഈ കാര്യങ്ങളെല്ലാം അവർ ഓർത്ത് പുരോഹിത വർഗം, പ്രവാചകന്മാർ, അന്നുണ്ടായിരുന്നവർ ഒക്കെ ഓർപ്പിച്ച കൂട്ടത്തിൽ യേശു കർത്താവും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മോശയുടെ അനുസരണക്കേട് അത് അല്പമായിട്ട് അവിടെ മോശയിലുണ്ടായിരുന്നെങ്കിൽ അത് വളർന്ന് വളരെ പടർന്ന് പന്തലിച്ചു എന്ന് പറയത്തക്ക നിലയിൽ ദൈവം ദൈവിക പ്രമാണങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടേയിരുന്നു. അവർക്ക് ലഭിക്കേണ്ടുന്ന അനുഗ്രഹങ്ങളെ അവർക്ക് ലഭിക്കാനായിട്ട് കഴിയുക. അതുകൊണ്ടാണ് അത് മനുഷ്യൻ്റെ ഉത്സവമായിട്ട് തരം താണത് എന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ മനുഷ്യൻ്റെ ചിന്താഗതിക്കൊത്തവണ്ണം തരം താഴാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ കൂടാരങ്ങളിൽ അവർ വസിച്ച ആ സന്ദർഭത്തിൽ അവർക്ക് വിലയേറിയൊരു പ്രത്യാശ. ഇന്ന് രാത്രി ഞാൻ ആ കാര്യം പറയട്ടെ. എന്തിനാ ഈ മഴയത്ത് ഇവിടെ കൂടി വന്നേ? എന്തിനാ ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുന്നേ? ഇവിടെ ഒരു യോഗം നടത്തി കുറെ പാട്ടുകളൊക്കെ പാടി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനല്ല. നമുക്ക് വിലയേറിയ ഒരു പ്രത്യാശയുണ്ട്. ഇസ്രായേൽ ജനത്തിനുള്ള പ്രത്യാശ. അവരോടൊപ്പം മരുഭൂമിയിൽ അവരെ നടത്തിയ ദൈവം, അവരെ അനുഗമിച്ച പാറ, ആ മശിഹ വേഗത്തിൽ വരും. കൈതൊടാത്ത കല്ല് ഈ ഭൂമിയിലെ സാമ്രാജ്യങ്ങളെ തകർത്ത് ലോകരാജ്യങ്ങളിന്മേൽ ആധിപത്യം വരുത്തും. അവൻ രാജാധിരാജാവും കർത്താവുമായിട്ടിരിക്കും. അന്ന് ഭൂമിയിൽ നിന്ന് പാപം, ശാപം, പൈശാചിക ബന്ധനങ്ങളെല്ലാം മാറിപ്പോകും. അന്ന് സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ദിവസങ്ങളായിട്ടിരിക്കും. അതാണ് ആ കൂടാര പെരുന്നാൾ. ഇന്ന് നമ്മൾ ഒന്നും രാത്രിയിൽ അങ്ങനെ കൂടാരങ്ങളിലൊന്നും പുറത്ത് കിടക്കാനൊക്കത്തില്ല. ചിലപ്പോൾ ആളും കാണത്തില്ല, പിന്നെ ബാക്കിയുള്ളതും ഉള്ളൂ. എന്നാൽ ഈ കൂടാര പെരുന്നാൾ വരാൻ പോകുന്ന മശിഹായുടെ കാലത്ത് ലോകം അനുഭവിക്കാൻ പോകുന്ന സമാധാനം, സുസ്ഥിരത, ആ സെക്യൂരിറ്റി, അതാണ് അന്ന് ഓരോരുത്തൻ താൻ്റെ ഒലിവ് വൃക്ഷത്തിൻ്റെ കീഴിൽ, മുന്തിരി വള്ളിയുടെ കീഴിൽ നിർഭയം വസിക്കും എന്ന് പറയാൻ തക്കവണ്ണം ആണ് പ്രവാചകൻ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ തിരുവെടുത്തത് പറയും. ഇന്ന് രാത്രി ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നതിൻ്റെ കാരണം ഇതൊരു തൊഴിലായിട്ട് എടുത്തതുകൊണ്ടല്ല. ഈ വചനം അത്രയ്ക്ക് സത്യം. എൻ്റെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മാത്രമല്ല
നമ്മുടെ കർത്താവ് തൻ്റെ ജനത്തെ ചേർത്തിട്ട് സുവിശേഷത്തിന് ചെവി കൊടുക്കാത്ത ലോകരാജ്യങ്ങളെ തരിപ്പണമാക്കും. ഇരുമ്പുകോൽ കൊണ്ട് അവൻ ഭരിക്കും, കുശവന്റെ പാത്രം പോലെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ, ഭൂമിയിലെ വംശങ്ങളെ അവന്റെ സന്നിധിയിൽ ഉറപ്പീൻ. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ആ കാര്യം, ആ ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ് വളരെ അധ്വാനിച്ച്, നമ്മൾ പറഞ്ഞ പോലെ വളരെ അധ്വാനിച്ച് ചിലവിട്ട്, അല്ലേ, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഈ സുവിശേഷ യോഗം ഇവിടെ നടക്കും. എന്നാൽ നമുക്കിവിടെ ഓർക്കാനായിട്ട് കഴിയുന്ന വലിയ ഉത്സവങ്ങൾ, വിശദീകരണം അധികമല്ലോ, 7 ഉത്സവങ്ങളുടെ കാലം കഴിഞ്ഞു. ഒരു വർഷത്തിൽ 7 ഉത്സവങ്ങൾ. ആ 7ാമത്തെ ഉത്സവം, അതാണ് ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത്. അത് 7 ദിവസമാണ്. ഇത് ഉത്സവത്തിൻ്റെ, അവിടെ പറഞ്ഞിരിക്കുന്ന ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ എന്ന് പറഞ്ഞാൽ അത് 8ാം ദിവസം, പിരിഞ്ഞു പോകുന്ന ദിവസം. പിരിഞ്ഞു പോകുന്നത് അങ്ങനെയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ഈ വലിയ ഉത്സവങ്ങൾ, ആരവാരങ്ങൾ, യാഗങ്ങൾ, പൗരോഹിത്യത്തിൻ്റെ പ്രകമ്പനങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ജനത്തെ കർത്താവ് നോക്കിയപ്പോൾ വളരെ വലിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നതെങ്കിലും ജനത്തെ ദാഹിക്കുന്നവരായിട്ട് കണ്ടു. കാര്യങ്ങൾ ചുറ്റുപാടിൽ വളരെ ഇതുണ്ടെങ്കിലും മനുഷ്യ ഹൃദയം വേണ്ട നിലകളിൽ സന്തോഷിക്കുന്നില്ല. എന്തോ നഷ്ടപ്പെട്ടതുപോലെ ദുഃഖ ഹൃദയങ്ങളാണുള്ളത്. അങ്ങനെയുള്ളവരെ നോക്കി യേശു ഉയർന്ന ഒരു സ്ഥാനത്ത് നിന്നെന്ന്. യഹൂദന്മാരായ റബിമാരൊക്കെ അവർ പഠിപ്പിക്കുമ്പോൾ, അവർ പ്രസംഗിക്കുമ്പോൾ ഇരുന്നുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. യേശു കർത്താവും ലോകപ്രസിദ്ധമായ ഗിരിപ്രഭാഷണം മലയിൽ ഇരുന്നുകൊണ്ടാണ് പ്രസംഗിച്ചത് ആണല്ലോ. മത്തായിയുടെ സുവിശേഷം അവൻ ഇരുന്നു കൊണ്ട് അവരോട് അരുളി ചെയ്തതെന്ന്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഈ ഒരു വർഷത്തെ ഏറ്റവും അവസാനം, ആ വർഷം ഇനിയും ഉത്സവങ്ങളില്ല. ദാഹം തീർക്കാൻ ഇനിയും വേറൊരു സന്ദർഭവുമില്ല. എല്ലാവരും അവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരു ഉയർന്ന സ്ഥാനത്ത് എല്ലാവരും കേൾക്കെ കർത്താവ് ഉയർന്നു എന്ന് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച യാതൊരു കാര്യങ്ങളും നടക്കാതെ ദാഹത്തോടെ ദുഃഖത്തോടെ ഭവനത്തിലേക്ക് പോകുന്ന ഒരു കാര്യം. ഇതിൽ നിന്നൊരു പാഠം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മതമേതായാലും അതെന്തു തന്നെയാണ്. മതങ്ങളുടെ രാജ്ഞി എന്നാണ് യഹൂദ മതത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മതമേതായാലും അത് മനുഷ്യൻ്റെ ദാഹത്തെ മാറ്റത്തില്ല. പൗരോഹിത്യവും പെരുന്നാളും ഏത് ജാതിയുടെയും ഏത് വർഗത്തിൻ്റെതാണെങ്കിലും അതൊരിക്കലും മനുഷ്യ ഹൃദയത്തിൻ്റെ ദാഹത്തെ തീർക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവപുത്രൻ വിളിച്ചുറക്ക പറഞ്ഞത്, നിങ്ങളുടെ മുഖം എന്നെ ഓർപ്പിക്കുന്നു ദാഹിക്കുന്നവർ. ഇന്ന് രാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യൻ ആത്മീയമായിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ വളരെ ദാഹമുള്ളവരായിട്ടിരിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ, പണച്ചെലവുകൾ, തീർത്ഥയാത്രകൾ, ഇതിനൊന്നും പരിഹാരം വരുത്തുവാനായിട്ട് സാധിക്കുന്നില്ല. ദാഹിക്കുന്നവൻ എന്തോ ചെയ്യേണ്ടത്? എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രശ്നമെന്താണെന്ന് പറയുക മാത്രമല്ല, ഇന്ന് രാത്രി ഹൃദയങ്ങളെ നോക്കിയിട്ട് പറയുന്നു, നിന്റെ ഹൃദയം ഞാൻ കാണുന്നു, നീ ദാഹിക്കുന്നവൾ. നിന്റെ ഹൃദയത്തിൻ്റെ വേദന നിന്റെ കുടുംബാംഗങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഭർത്താവോ ഭാര്യയോ മക്കളോ അതറിയുന്നില്ല. എന്നാൽ നിന്റെ ഭാരം എനിക്കറിയാം. ഇന്ന് രാത്രി നീ വളരെ ദുഃഖത്തോടാണ് ദൈവസന്നിധിയിൽ നീ വന്നിരിക്കുന്നത്. നിന്റെ ഹൃദയം വേദനപ്പെടുന്നു. നീ എന്തിനെല്ലാം ദാഹിക്കുന്നു എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ദാഹം അത് മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒന്നാണ്.
വസ്ത്രമില്ലേ ജീവിക്കാം, അല്ലേ? പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെയാണല്ലോ ജീവിച്ച്. ഇപ്പോഴാണല്ലോ, എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അന്ന് അപ്പച്ചന്മാരൊക്കെ ഒരു മുണ്ടയുള്ളൂ, ഉടുപ്പിട്ടിരുന്നവർ വളരെ കുറവാണ്. പിന്നെ ഒരു തോർത്തു കീറിയ നിക്കറുമായിട്ടൊക്കെയാണ് പിള്ളേർ സ്കൂളിൽ വരുന്നത്. ആ ദിവസങ്ങളൊക്കെ അങ്ങ് മാറി, അല്ലേ? പ്രായമായവരും നമ്മളാരും അതൊന്നും മറക്കാനായിട്ടില്ല. ഒരു മീറ്റർ തുണിക്ക് വേണ്ടി റേഷൻ കടയിൽ അല്ലെങ്കിൽ നിൽക്കുന്ന രംഗം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. സ്കൂളിൽ ഗോതമ്പിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ. ഞാനതിലേക്കൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഭക്ഷണം, വിശപ്പ്, ഭക്ഷണം, വസ്ത്രം, ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് പലതും മാറ്റി നിർത്താം. അതിൽ ഒട്ടും മാറ്റി നിർത്താൻ കഴിയാത്ത ഏറ്റവും പ്രാഥമികമായ ആവശ്യമാണ് ദാഹം. ഇന്ന് രാത്രി ദാഹിക്കുന്നവരുണ്ടോ? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞാൽ കൊക്കക്കോള കമ്പനിയുടെ അഡ്വർടൈസ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ ഒരു പാനീയമായിട്ട് വിൽക്കുന്നവരുടെ ഇതല്ല. ദാഹിക്കുന്നവർ വരട്ടെ. നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കാണില്ല, വന്നാട്ട് കുടിച്ചാട്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കമ്പനികൾക്കോ ഈ പാനീയങ്ങൾക്കോ ഒന്നും പരിഹരിക്കാൻ അന്ന് ആ പെരുന്നാളിന് ഇതെല്ലാം സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു. ഭക്ഷണമുണ്ടായിരുന്നു, പാനീയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദാഹം, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുകയെന്ന് പറയുന്ന ദാഹമാണ്. വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മനുഷ്യന് ദൈവം തന്ന ഈ ശരീരം, അതിൻ്റെ ദാഹം, അല്ലേ? അതിൻ്റെ ദാഹം, കണ്ണിനുള്ള ദാഹം, ശരീരത്തിനുള്ള ദാഹം, പിന്നെ അങ്ങനെയുള്ള എത്രയോ ദാഹങ്ങൾ എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഈ ശരീരം ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെയാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമാണ് ഈ ശരീരം. എന്നാൽ അത് ദുരുപയോഗപ്പെടുത്തി ദുർനടപ്പിന് വേണ്ടി ജീവിച്ച ദുർനടപ്പാണ് ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് വിചാരിക്കുന്ന പേയാട് നിവാസിയെ ദൈവം ദാനമായിട്ട് തന്നിരിക്കുന്ന നിൻ്റെ ശരീരത്തെ നീ ഉപയോഗിച്ച് നിനക്ക് തോന്നിയ വാസം നടക്കാമെന്ന് വിചാരിച്ചാൽ ദൈവത്തിന് അതിൻ്റെ മേൽ അധികാരമുണ്ടെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോവിഡൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. നിന്നെ എങ്ങും പോകാതെ പൂട്ടിയിട്ട ദിവസങ്ങൾ മറന്നു പോകരുത്, അല്ലേ? മനുഷ്യൻ ഇന്നും സ്കൂളിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ച് പിന്നെയും എയ്ഡ്സിൻ്റെ ഇതുണ്ട്. പിള്ളേർക്കൊക്കെ എയ്ഡ്സാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ, അല്ലേ? വസ്ത്രധാരണത്തിലൊക്കെ വളരെ വിചിത്രം കാണിച്ച് എങ്ങനെയും ജീവിക്കുന്ന മനുഷ്യൻ ഇന്ന് മഹാരോഗിയായിട്ട് മാറുകയാണ്. ദൈവം തന്നിരിക്കുന്ന കണ്ണും ശരീരവും ദുർനടപ്പിനല്ല, അങ്ങനെ പുസ്തകം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ദാഹത്തിനായിട്ടാണ്, പണത്തിനായിട്ടുള്ള ദാഹം, പ്രസിദ്ധിക്കായിട്ടുള്ള ദാഹം, പ്രതികാരദാഹം. വഴക്കുണ്ടായ പിന്നെ എന്തൊക്കെയാ ഈ പത്രങ്ങളിലൊക്കെ എന്താ വായിക്കുന്നത്? കൊന്നങ്ങോട്ടങ്ങ് ഒതുക്കുക. പ്രതികാരദാഹം, സ്ഥാനമാനങ്ങൾക്കായിട്ട് പദവികൾക്കായിട്ടുള്ള ദാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൂടാതെ ഉയരാനായിട്ട് മസിൽ പവർ കൊണ്ടും തത്വശാസ്ത്രം കൊണ്ടും ആധുനിക ലോകത്തെ സ്വർഗമാക്കി തീർക്കാനായിട്ട് കഴിയുന്ന വർഗീയമായ അല്ലെങ്കിൽ തത്വചിന്താഗതികൾ, അതൊന്നും ദാഹം മാറ്റത്തില്ല. നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്ത് ഈ സംഘട പാഠവും കൊണ്ടോ മസിൽ പവറുകൾ കൊണ്ടോ ഇവിടെ ഒന്നും ഇതില്ല. ഇവിടുത്തെ ചിലതൊക്കെ നഷ്ടപ്പെടുത്താനും കട്ടുമുടിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് രാത്രി ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തിൽ there's a vacuum എന്ന്. In the heart of every person there's a vacuum. അത് പണം കൊണ്ടോ ദുർനടപ്പ് കൊണ്ടോ അധികാരം കൊണ്ടോ പണം കൊണ്ടോ ഇത് തന്നെ. ആ ഹൃദയത്തിൻ്റെ ആ ശൂന്യതയ്ക്ക് ഒരു പ്രത്യേക രൂപമുണ്ടെന്ന്. ആ രൂപത്തിൻ്റെ അത് ദൈവത്തിൻ്റെ രൂപം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിനായിട്ട് മനുഷ്യൻ ദാഹിക്കുന്നു. ഒത്തിരി ജനത്തിൻ്റെ നടുവിലാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടിരുത്തിയാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ മാതാക്കളാണല്ലോ, ആര് വന്നെടുത്താലും ആ കുഞ്ഞ് സംതൃപ്തിപ്പെടത്തില്ല. ഒരാൾ വന്നേലേ ആ കുഞ്ഞ് സംതൃപ്തി, അതിൻ്റെ മാതാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന തലമുറയോട് ദൈവത്തിന് ശക്തമായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യ ഹൃദയങ്ങൾ ഏതൊക്കെ നിലവാരത്തിലാണെങ്കിലും
അതെല്ലാം ദാഹിക്കുന്നു. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. 42-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 42-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഞാനത് വായിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. 63-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. 63-ാം സങ്കീർത്തനം. പ്ലീസ് റീഡ്. ഗോ അഹെഡ്. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കേൾക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം. ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ഉള്ളം വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത്. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായ വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ആ ഭൗതികമായ വിഷയമല്ല. മനുഷ്യ ജീവിതങ്ങളൊക്കെ വെച്ചാൽ വെണ്ട് കീറി ദൈവമില്ലാത്ത ഒരു അരാജകത്തിലാണ് മനുഷ്യൻ ജീവിക്കും, അല്ലേ? ചെറുപ്പക്കാരെയൊക്കെ നോക്കി ഞാൻ ഈ യാത്ര ചെയ്യുന്നു, മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ യാതൊരു ലാളിത്യവുമില്ല, ക്രൂരതയുടെ മുഖങ്ങളാണ്. ഒന്ന് കണ്ട ചിരിക്കാനുള്ളൊരു ഭാവം പോലും ഇന്നില്ല. എന്തോ വലുതാന്നുള്ളവര് അഹങ്കാരത്തിന് കാൽ വെച്ച ജീവിതങ്ങളെന്ന് പറയാനായിട്ട് സാധിക്കും. അത് മനുഷ്യൻ്റെ മുഖമുദ്രയായിട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിനായി, വാക്കുകളുടെ ശ്രദ്ധേയമാണ്, ദൈവത്തിനായി. ബാക്കി എന്താ കുഞ്ഞേ? ജീവനുള്ള ദൈവത്തിനായി. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി, ദൈവത്തിനായി, ജീവനുള്ള. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ്, എൻ്റെ എനിക്ക് നിന്നെ അറിയാം. നിന്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിനായിട്ട് ദാഹിക്കുന്നു എന്ന് വളരെ ശ്രദ്ധേയമായിട്ട് 84-ാം എത്ര വാക്യങ്ങളാവെന്നറിയാമോ? 84-ാം സങ്കീർത്തനത്തിലും അത് നമ്മൾ വായിക്കുന്നു. മനുഷ്യ ഹൃദയം ദൈവീക കൂട്ടായ്മയ്ക്കായിട്ട് ദാഹിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര, ബാക്കി വായിച്ചോ? സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകും. നമ്പർ 1, ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്ന നീ എൻ്റെ അടുക്കൽ വരണം. എനിക്കല്ലാതെ ജീവനുള്ള ദൈവത്തിനായിട്ടുള്ള നിൻ്റെ ദാഹം തീർക്കാനായിട്ട് മറ്റാരുമില്ല. ഇന്നലെ രാത്രി നമ്മൾ ആ കാര്യം പറഞ്ഞു. ദാഹിക്കുന്നവനെല്ലാം എവിടെങ്കിലും പോകട്ടെ എന്നല്ല, മലകൾ കയറട്ടെ, അന്വേഷിച്ച് പോകട്ടെ, തീർത്ഥാടനങ്ങൾ നടത്തട്ടെ, ചിലപ്പം കിട്ടുമെന്നില്ല. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. സഹസ്രങ്ങൾ കൂടി നിന്ന് അതിൻ്റെ നടുവിൽ ഇവിടെ ഇതാ ഒരുവൻ, അധികാരമുള്ളവൻ പറയുന്നു, എൻ്റെ അടുക്കൽ എനിക്ക് മാത്രമേ നിന്റെ ദാഹം തീർക്കാൻ കഴിയുകയുള്ളൂ. നീ ജീവനുള്ള ദൈവത്തിനായിട്ട് ദാഹിക്കുന്നുണ്ടോ? നിന്റെ ദാഹം തീർക്കാനായിട്ട് എനിക്ക് സാധിക്കും. ദൈവത്തെ കാണാൻ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കാൻ, ദൈവത്തിൻ്റെ മുഖം കാണാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹം സാധിപ്പിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം മനുഷ്യനായിട്ട് ലോകത്തിൽ പിറന്നത് മനുഷ്യൻ്റെ ആഗ്രഹത്തെ സാധിക്കാം. എന്തോ ഉണ്ടെങ്കിലും യാതൊരു സമാധാനവുമില്ലാതെ, ദൈവമേ, എൻ്റെ ഉള്ളം നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു, എൻ്റെ ദേഹം, എൻ്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ദാഹം തീർക്കാൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് നമ്മൾ വായിക്കും. ആ കൂട്ടായ്മ തരാനായിട്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഈ അഖിലാണ്ടത്തിൽ 2026 വർഷത്തിന് മുമ്പ് ലോകത്തിൽ വന്നു എന്നുള്ളതാണ് ചരിത്രം കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വേറൊരു കാര്യം ഓർപ്പിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, നിൻ്റെ ഹൃദയം പാപമോചനത്തിനായിട്ട് ദാഹിക്കുന്നു. പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയാതെ പാപത്തിൻ്റെ അടിമയായിട്ട് പാപത്തിൻ്റെ ബന്ധനത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, അങ്ങനെയുള്ള അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടാനായിട്ട് ദാഹിക്കുന്ന മനുഷ്യൻ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ വായിക്കാം തിരുവെഴുത്തിൽ നിന്ന്, അല്ലേ? കേൾക്കാം.
യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 19 വാക്യം വായിച്ചോ. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. വരുവീൻ, ദാഹിക്കുന്നവനെല്ലാം വരുവീൻ. അത് പുതിയ നിയമത്തിൻ്റെ സന്ദേശം മാത്രമല്ല, പഴയ നിയമത്തിൽ പറഞ്ഞു, നിന്റെ പാപങ്ങൾ, മക്കളെ വായിച്ചാട്ട്, നിന്റെ പാപങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും. 2 വാക്കുകൾ അല്ലേ, രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും കടും ചുമപ്പായിരുന്നാലും. കടും ചുമപ്പ്, രക്താംബരം പോലെ. ഇന്ന് രാത്രി ആത്മാർത്ഥതയുള്ള ഒരു ജീവിതമാണോ താങ്കൾ? ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പാകെ സകലവും നഗ്നവും മലർന്നവുമായിട്ട് കിടക്കുന്നു, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, ആ ദൈവത്തിൻ്റെ മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണ്. ഡോക്ടർ രോഗിയോട് പറഞ്ഞ് നിൻ്റെ രോഗം ഭയങ്കരമാണ് അല്ലേ, വിദഗ്ധനായ ഡോക്ടർ ആ കാര്യം പറയും. അല്ലാത്തവർ ഏതെങ്കിലും ഒരു കുറിപ്പടി നൽകി നമ്മളെ അങ്ങ് വിടും. അവർക്ക് കിട്ടാവുന്ന അവർ വാങ്ങിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു, നിന്റെ പ്രശ്നം അത് വളരെ കടുത്തതാണ്, അത് കടും ചുമപ്പാണ്, അത് രക്താംബരം പോലെ ചുമന്നതാണ്. എന്നാൽ വരൂ, എൻ്റെ അടുക്കൽ വരൂ, എന്നോട് സംസാരിക്കൂ, നമുക്ക് തമ്മിൽ വാദിക്കാം. ഞാൻ നിന്റെ പാപങ്ങളെ ഹിമം പോലെ പഞ്ഞി പോലെ വെളുപ്പിക്കും. We have a God who not only sees our sins, but is able to cleanse all our sins. രാത്രി അതാണ് സുവിശേഷം. ഏത് പാപിയാകട്ടെ, ഏത് മതത്തിലോ, ദാഹിക്കുന്ന ഇന്ന കൂട്ടമെന്നല്ല കേട്ടോ. ആ വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടം. പിന്നെയും പറയുമ്പോഴത് വിഷമിക്കണ്ട. ദാഹിക്കുന്ന ഇന്ന മതത്തിലുള്ളവർ വരണമെന്നല്ല, ഇന്ന നിറത്തിലുള്ളവർ വരണമെന്നല്ല, ഇന്ന വിദ്യാഭ്യാസമുണ്ട്, ഈ കൂട്ടത്തിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളത് അവർ മാത്രം വന്നാൽ മതി എന്നല്ല കർത്താവ് പറഞ്ഞേ. ഒരൊറ്റ ഇതേ ഉള്ളൂ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. അതത്രയോ അനുഗ്രഹീതമായ ഒരു കാര്യമായിട്ടിരിക്കുന്നു. ദാഹിക്കുന്നവൻ വന്നാൽ, കർത്താവേ ഞാൻ എൻ്റെ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആ കഠോരമായ സ്ഥിതിയെ, പാപത്തിൻ്റെ കാഠിന്യത്തെ ഏറ്റുപറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം ദാനമായി ആ കടുംചുമപ്പായ ആ വളരെ അധപ്പതിച്ച ജീവിതത്തെ വെളുപ്പിക്കാൻ, പാപമോചനം നൽകാൻ കർത്താവിന് കഴിയും. അതിനെ പരിശുദ്ധാത്മ നിവാസമാക്കി, വിശുദ്ധിയുടെ പ്രതീകമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്ന് പ്രസംഗിച്ച, മഹാത്മാഗാന്ധി പോലും അഭിനന്ദിച്ച പ്രസംഗങ്ങൾ, ആ ഗിരിപ്രഭാഷണം ഉണ്ടല്ലോ, ആ ഗിരിപ്രഭാഷണം തുടങ്ങുന്നത് തന്നെ ദാഹത്തിൻ്റെ കാര്യമാണ്. ഇന്ന് രാത്രി ഞാൻ ആ വാക്കുകൾ പറയട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അല്ലേ, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക്, ദൈവമേ ഞാനൊരു പാപിയ, എനിക്ക് നീതീകരിക്കപ്പെടണം, എൻ്റെ ജീവിതം നിൻ്റെ മുമ്പാകെ നീതിയുള്ളതായിട്ട് തീരണം എന്നാഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യം. അതാ സുവിശേഷം. വരൂ, നമുക്ക് തമ്മിൽ വാദിക്കാം. ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ. ദൈവികമായ നടത്തിപ്പ്, അതിൻ്റേതായ അനുഗ്രഹങ്ങൾ, അതൊക്കെ തിരസ്കരിച്ച ജനം ഇന്ന് ആത്മീയമായി ദാരിദ്ര്യമുള്ളവരായിട്ട് തീർന്നു. അവരോട് പറയാണ്, നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കൂ. ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ പരിതാപകരമായ സ്ഥിതിയെ മനസ്സിലാക്കി വരൂ, നിങ്ങളെ നടത്തുവാൻ, നിങ്ങളെ അനുഗ്രഹിപ്പാൻ, നിങ്ങളെ പാറയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് സംതൃപ്തിപ്പെടുത്തുവാൻ, സ്വർഗത്തിൽ നിന്നുള്ള മന്ന കൊണ്ട് പോഷിപ്പിച്ച്, പകൽ മേഘസ്തംഭമായിട്ട്, രാത്രി അഗ്നിസ്തംഭമായിട്ട് നിന്നെ അനുഗ്രഹിപ്പാൻ ഞാൻ ശക്തനാണ്. ഇരമ്യ പ്രവചനത്തിലൊരു വാക്യം വായിക്കാം അല്ലേ, ദൈവവചനം അതേപടി വായിച്ച് കേൾക്കണമല്ലോ. അത് പറയുന്നവനും കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഇരമ്യ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം.
ഒന്നുകൂടെ ആവർത്തിക്കാം. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. എൻ്റെ ജനം 2 ദോഷം ചെയ്തു. എണ്ണിക്കണക്കാ പറയുന്നത്. എൻ്റെ ജനം ഏതോ ചില ദോഷം ചെയ്യുന്നല്ല, അങ്ങനെയൊന്നും പറയാൻ എൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ലെന്നല്ല. എൻ്റെ ജനം 2 ദോഷം ചെയ്തു. കേട്ടോണോ എന്താന്ന്? അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അവർ, വാക്കുകൾ ശ്രദ്ധിച്ചോണം, അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. അവർ എനിക്ക് വിരോധമായി പുറംതിരിഞ്ഞു. ഞാനാണ് ജീവജലത്തിന്റെ ഉറവ. ദാഹിക്കുന്ന നീ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ജീവജലത്തിന്റെ ഉറവ ഒരുവൻ മാത്രം. ഭക്തജനങ്ങളായിട്ട് ഭക്തിയിൽ ജീവിക്കുന്ന മനുഷ്യരെ അവർ പറഞ്ഞിരിക്കുന്നു, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജല നദിയായി എന്നെ ഉപേക്ഷിച്ചു. അടുത്തത് അതിനേക്കാൾ ഭയങ്കരമാണ്. വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ തന്നെ ജീവജല നദി ഉപേക്ഷിച്ചു. ദാഹമാണ്. എന്തൊരു മണ്ടന്മാരാന്നല്ലേ. ജീവജല നദിയുള്ളപ്പോൾ അതിനെ ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ ഉറവ് സമൃദ്ധിയായിട്ടുള്ളപ്പോൾ വെള്ളമില്ലാത്ത പൊട്ട കിണറുകളെ കുഴിക്കുന്നു. എത്ര ഭയങ്കരമായ ഒരു ഇതാണ്. ഈ 2 ദോഷം ചെയ്ത അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, 2 ദോഷം ചെയ്തു. എൻ്റെ ജനം തങ്ങളുടെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞു. ദൈവമാണ് നമ്മുടെ മഹത്വം, ജീവനുള്ള ദൈവം, സത്യദൈവവും നിത്യജീവനുമാണ് നമ്മുടെ മഹത്വം. ഇന്ന് രാത്രി മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചൊന്നും പറയാനായിട്ടില്ല. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് മൂക്കിൽ പ്രാണവായു തന്ന് നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകി, സമൃദ്ധമായ നിലയിൽ മഴ നൽകി, ജീവിക്കാൻ സമൃദ്ധമായ നിലയിൽ വഴി നടത്തുന്ന ഏക സത്യദൈവം. ഇന്നലെ രാത്രി അതല്ലേ പറഞ്ഞത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. അതെത്രയോ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരുവീൻ. എന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറയാൻ കാരണമുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ഈ പ്രസംഗം കേട്ടിട്ട്, ദൈവവചനത്തെ കേട്ടിട്ട്, ദാഹിക്കുന്നു താങ്കളെന്ന് കർത്താവ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനം താങ്കളോട് താങ്കളുടെ മുറിയിലിരിക്കുമ്പോൾ, താങ്കൾ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, അത് കേൾക്കാതെ പോയാൽ, പുറം തിരിഞ്ഞു പോയാൽ, ചെവി കടച്ച് കളഞ്ഞാൽ, ഒരു ദിവസം നിത്യ നരകാഗ്നിയിൽ നീ ദാഹിക്കും. അങ്ങനെ ധനവാൻ, സമർത്ഥമായ ജീവിതം, അല്ലേ? എന്തൊരു സമർത്ഥമായ വസ്ത്രധാരണം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ 19-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ് 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, എല്ലാം വായിക്കാൻ സമയമില്ലല്ലോ. ധനവാൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പടിവാതിക്കൽ ഒരു ദരിദ്രൻ, വ്രണങ്ങൾ നിറഞ്ഞ മനുഷ്യൻ. നായ്ക്കൾ നിരമ്പ്രതി നക്കി ആ വ്രണത്തെ ശമിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും, വമ്പനാണെങ്കിലും കൊമ്പനാണെങ്കിലും, മരണം നമ്മെ പിടിക്കും. മരണത്തിൻ്റെ കരാളഹസ്ത്രത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ആർക്കും കഴിയുകയില്ല. വേദപുസ്തകം വളരെ വ്യക്തമാണ്. 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ പറുദീസയിലേക്ക്, അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ആ ദരിദ്രൻ മരിച്ചു. അദ്ദേഹത്തിനോട് ശവമടക്ക് ലഭിച്ചെന്നോ ഒന്നും നമ്മൾ വിശദീകരണം വായിക്കുന്നില്ല. എന്നാൽ ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. പറുദീസയിൽ കണ്ണു തുറന്നപ്പോൾ നരകയാതന അനുഭവിക്കുന്നവനായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് രാത്രി ഈ സുവിശേഷ പ്രസംഗം വെറുതെ ഒരു ഇതല്ല. ഇന്ന് രാത്രി മരിച്ചാൽ രക്ഷിക്കപ്പെട്ടതിനെ ദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകും. 3 തരം അങ്ങനെ വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടെ ആയിരിക്കും. അതാണ് ദൈവവചനം നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ. അങ്ങനെ ഒരു പ്രത്യാശയുണ്ടോ? ഇന്ന് രാത്രി ഞാൻ വിട്ടുപിരിഞ്ഞു ഈ യോഗത്തിന് ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് ഒക്കെ നിൽക്കുമ്പോൾ
ഇവിടെ ഈ യോഗത്തിലെ പ്രസംഗം അവസാനിപ്പിക്കും റോയ് സഹോദരൻ അല്ലെങ്കിൽ റോയ് അവസാനിപ്പിക്കും യാതൊരു ഗ്യാരണ്ടിയുമില്ല, നിങ്ങൾക്കുമില്ല. അത്ര നിസ്സാരമായ ജീവിതം. ഒന്ന് വീണ് തുരാനേ ഉള്ളൂ, ഒരു കൊതുക് മതി, അത്രയും പോലും വേണ്ട. എന്നാൽ ആ നിസ്സാരമായ ആ ജീവിതത്തെ ഇവിടെ അവഹേളനയോടെ ജീവിച്ചാൽ നീ മരിക്കും. കണ്ണ് തുറക്കുന്നത് നിത്യ നരകാഗ്നിയിലായിരിക്കും. ആ ധനവാൻ അവിടെ കിടന്ന് മേളിലോട്ട് നോക്കി നമ്മൾ വായിക്കുന്ന ദൂരത്ത് അബ്രഹാമിനെയും അവൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും കണ്ടു. വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം അവിടെ കിടന്ന് ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കാത്തവനാണെങ്കിൽ നരകാഗ്നി നീ പ്രാർത്ഥിക്കും, നീ നിലവിളിക്കും. അതിനാ സുവിശേഷ യോഗം. സുവിശേഷ യോഗം എന്ന് പറഞ്ഞാൽ കുറേ പൈസയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനൊരു പരിപാടിയൊക്കെ നടത്തുന്നു എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ കാണാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഞാൻ 50 വർഷമായിട്ട് ചെയ്യുന്നു. 50 വർഷം, എൻ്റെ ചെറുപ്പം മുതൽ കർത്താവിൻ്റെ പേര്. ഞാൻ എൻ്റെ ജീവിതം ദൈവമുമ്പാകെ, അതൊന്നും വലിയൊരു കാര്യമൊന്നും അല്ലെങ്കിലും ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയായിട്ട് ഞാൻ വിചാരിക്കുന്നു. നിത്യരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം, നിത്യരക്ഷ, നിത്യനരകത്തിൽ നിന്നുള്ള വിടുതൽ. അവിടെ ആ യാതനാ സ്ഥലത്ത് തീജ്വാലയുടെ നടുവിൽ കിടന്ന് പറഞ്ഞ ധനവാന്റെ വാക്കുകൾ ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ പറയട്ടെ. അബ്രഹാം പിതാവേ, ആ ലാസറിനെ എൻ്റെ അടുക്കൽ നിന്ന് പറഞ്ഞു. അവൻ വിരൽ കൊണ്ട് എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് അവനെ ഇങ്ങോട്ട് നയിക്കും. ഒരു വിരൽ തുമ്പിൽ വെള്ളം വെച്ചാൽ എത്ര ദാഹം മാറും. അത്രയ്ക്ക് കഠോരമായ യാതനാ സ്ഥലമാണെന്ന് മനുഷ്യന് മനസ്സിലാകുന്ന നിലയിൽ അവിടെ പറഞ്ഞിരിക്കുക. ഇന്ന് രാത്രി നിനക്കത് മനസ്സിലായില്ലെങ്കിൽ അവിടെ ചെന്ന് അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. ഇനിയും ഭാഷയിൽ ഇതിൽ കൂടുതൽ ഒരു പ്രയോഗം നരകയാതനയെക്കുറിച്ച് പറയാനില്ല എന്ന് മാത്രം ഞാൻ പറയട്ടെ. ഇന്ന് പ്രാർത്ഥിച്ചാൽ ദാഹിക്കുന്ന നീ വന്നാൽ കർത്താവ് കൃപ ചെയ്യും. എന്നാൽ നരകത്തിൽ നിത്യകാലം നീ ഏത് പിതാവിനോട് പ്രാർത്ഥിച്ചാൽ, അല്ലേ, മധ്യസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ, അബ്രഹാം പിതാവിനോട് ഏത് പിതാവിനോട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. അവിടെ അബ്രഹാം പറഞ്ഞ ഒരു വാക്കുകളുണ്ട്, അവിടെ നിന്ന് ആർക്കും ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും വരുവാനായിട്ട് കഴിയുകയില്ല. ഈ വാക്കുകൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ 37 മുതലുള്ള വാക്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് പിരിഞ്ഞു പോകുന്ന ജനത്തെ നോക്കി പറഞ്ഞ വാക്കുകളൊന്നും മാത്രമല്ല. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യരോടുള്ള ദാഹം, ഞാൻ നിനക്കായിട്ട് ദാഹിക്കുന്നു. ഈ വാക്യങ്ങൾ യേശു കർത്താവിൻ്റെ ദാഹമാണ്. എൻ്റെ പ്രിയ ശ്രോതാവേ, താങ്കൾക്ക് ദാഹമുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു സുവിശേഷകൻ എന്നുള്ളതിൽ ഞാൻ വളരെ ഓർപ്പിക്കട്ടെ, സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തു നിനക്കായി ദാഹിക്കുന്നു, നിനക്കായിട്ട് ദാഹിക്കുന്നു. അത് ഭക്തന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഉത്സവത്തിന് വരികയും പ്രാർത്ഥിക്കുകയും നൊയമ്പ് നോക്കുകയും ദൈവികമായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഭക്തന്മാർക്ക് വേണ്ടി മാത്രമല്ല, അതിനൊരു മറുവശമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ബാക്കി ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ തുണി മാറുന്നത് പോലെ ദുർനടപ്പിൽ ജീവിക്കുന്ന ആ ശമരിയ സ്ത്രീയെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കും. അവളെ തേടി, പാപത്തിൽ ജീവിച്ചിരുന്ന ശമരിയക്കാരെ തേടി ദൈവപുത്രൻ ആ പട്ടണത്തിൽ വന്ന കാര്യമാണ് നമ്മൾ വഹിക്കുന്നത്. നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യും എന്ന് നമ്മൾ വായിക്കുന്നു. 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഇന്ന് രാത്രി ഒരിക്കൽ എന്നേക്കുമായിട്ട് ദാഹത്തെ തീർക്കുന്ന ദൈവത്തിനായുള്ള
പാപക്ഷമയ്ക്കായിട്ടുള്ള, വിശുദ്ധിക്കായിട്ടുള്ള ദാഹത്തെ ഒരിക്കൽ എന്നേക്കുമായിട്ട് തീർക്കുന്ന, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് ഉള്ള നീരുറവയായിരിക്കും. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ യോഗത്തിനൊക്കെ വളരെ ആളുകൾ കുറവാണെങ്കിലും ഒന്നും വിഷമിക്കണം, ഒന്നും വിഷമിക്കണം. അങ്ങനെ പുസ്തകം പറഞ്ഞിരിക്കും. വാക്യങ്ങൾ ശ്രദ്ധിച്ചോണേ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളു. എല്ലാവരും വരണമെന്ന് പറയുമ്പോൾ എല്ലാവരും വരുമോ? ബാബുച്ചായ? എല്ലാവരും വരത്തില്ല. അങ്ങനെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്കുകൾ ശ്രദ്ധിച്ചോണം. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന കാര്യം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായമാണല്ലോ നമ്മൾ വായിക്കുന്നത്. 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ആ സുവിശേഷത്തെ പുറംതിരിഞ്ഞ് ജീവിക്കുന്നതാണോ നിങ്ങൾ? ഈ വാക്കിൽ ശ്രദ്ധിച്ചോണം. 2-3 വാക്യങ്ങൾ ഈ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കേൾക്കുവാൻ വളരെ ആവശ്യമുണ്ട്. 6-ാം അധ്യായം 44-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാമത്തെ വാക്യം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ മാത്രം. ഞാനല്ല, വേദപുസ്തകം അങ്ങനെ പറഞ്ഞിരിക്കും. ഈ വാക്യം എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാനായിട്ട് കഴിയില്ല. 6-ാം അധ്യായം അതിൻ്റെ 65-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ. ഇന്ന് രാത്രി കൃപ നൽകുന്ന കർത്താവ്, ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ്, ഇന്ന് രാത്രി ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞപ്പോൾ 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ചേർത്ത് വായിച്ചാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം. കർത്താവേ, ജീവനുള്ള ദൈവമായ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് 7-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്നവനെല്ലാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാഹിക്കുന്നവനെല്ലാം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെല്ലാം, ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം, ദൈവമഹത്വം അന്വേഷിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. എന്നെ അയച്ചവൻ്റെ അടുക്കൽ വരുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കും. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ആഗ്രഹമുണ്ടോ? നമുക്ക് വളരെ പരിചയമുള്ളതാണ് 1-ാം സങ്കീർത്തനം, അല്ലേ? കർത്താവേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പരിചയമാണ്. ഇന്ന് രാത്രി താങ്കളുടെ ആഗ്രഹം എന്താണെന്നറിയാം? എന്താ? സ്വർഗത്തിലധികം വരും. എൻ്റെ കർത്താവെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, ദൈവവചനത്തിൽ സന്തോഷിച്ച് ആ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, ദാഹിക്കുന്ന, ആഗ്രഹിക്കുന്ന മനുഷ്യന് എങ്ങനെ ആയിരിക്കും അറിയാമോ? അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും അങ്ങനെ. ഇന്ന് രാത്രി ആഗ്രഹിച്ച് നീ വന്നാൽ, താങ്കൾ വന്നാൽ, ദൈവം സമൃദ്ധിയായിട്ട്, കർത്താവെ, പാപവഴികളെ, പാപ കൂട്ടുകെട്ടുകളെ, ദുർമാർഗത്തിൻ്റെ വഴികളെ വിട്ടു തിരിയുവാൻ എനിക്കാഗ്രഹമുണ്ട്, എനിക്കാ കൃപ വേണം, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കർത്താവ് നിന്നെ ആറ്റിരികത്ത് നടും. ജീവജല നദിയുടെ തീരത്ത് നിന്നെ നടും. ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ കാറ്റ് പാറ്റുന്ന പതിര് പോലെ. 1-ാം സങ്കീർത്തനമാണല്ലോ, എത്ര അനുഗ്രഹമായി. ഈ സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടിരിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങൾ ഈ കാര്യം പറഞ്ഞു നിർത്തി. അതെനിക്ക് വളരെ സന്തോഷം തോന്നി. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ് അവിടെ നിർത്തിയില്ല.
മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് മഹിമയിൽ രാജാധിരാജാവും കർത്താധി കർത്താവുമായിട്ടിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ എന്നാണ്. അങ്ങനെ വായിച്ചു നോക്ക്. സിംഹാസനത്തിലിരിക്കുന്നവൻ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഞാൻ സമയക്കുറവുകൊണ്ട് നമ്മൾ എടുത്തെങ്കിലും വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 21-ന്റെ 6-ാമത്തെ വാക്യം. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആരംഭവും അവസാനവുമാണ്. വായിച്ചാട്ട്. ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. മതി. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് പണം കൊടുത്താൽ തരുമെന്നല്ല, സൗജന്യമായി. ഇന്ന് രാത്രി സ്വർഗീയ സിംഹാസനത്തിൽ നിന്നുള്ള വാക്കുകൾ. നീ ദാഹിച്ച്, കർത്താവേ, ആ ജീവജല നദിയിൽ നിന്ന് എനിക്ക് കുടിക്കണം, എൻ്റെ ജീവിതം ധന്യമായിട്ട് തീരണം, എനിക്ക് സംതൃപ്തിയുടെ അനുഭവം വരണമെന്ന് പറഞ്ഞാൽ ആ ജീവജല നദിയിൽ നിന്ന് സൗജന്യമായിട്ട് കുടിക്കാൻ കൊടുക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായമാണല്ലോ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവും മണവാട്ടിയും പറയുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായിട്ട് കുടിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവ് മാത്രമല്ല, ദൈവാത്മാവ് വിളിച്ച് പറയാം, പരിശുദ്ധാത്മാവ് വിളിച്ച് പറയാ. ആത്മാവും മണവാട്ടിയും, അത് ദൈവസഭയാണ്. എന്തിനാണ് ഈ പേയാട് ബ്രദറൻ സഭയുടെ യോഗം നടത്തിയത്? ദൈവസഭ ഇത് പറയാൻ ബാധ്യസ്ഥരാണ്, അല്ലേ? ദൈവം നമ്മെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കട്ടെ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഈ മീറ്റിംഗ് വളരെ ദീർഘിപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹം ഇല്ല. സമയമായല്ലേ? അതോ സമയമായില്ല അല്ലേ? എന്നോട് ഇന്നലെ എൻ്റെ ഭാര്യ പറഞ്ഞ്, പ്രസംഗം എന്തിനാ പെട്ടെന്ന് നടത്തിയത്? 9:30 നോട്ടീസ് വെച്ചിരിക്കുന്നത്. ഞാൻ അന്നേരം പാടി 9:30 എന്നുള്ളത് ശ്രദ്ധിച്ച്. 9:30 വരെ ഇപ്പോൾ പ്രസംഗിക്കണമല്ലോ, വേണ്ടായോ? വെച്ചാൽ ചെയ്യണം അല്ലേ? ക്ലോസിംഗ് ആണ് അല്ലേ? ഓക്കെ, നല്ല കാര്യം. ദാഹിക്കുന്നവൻ വരട്ടെ എന്ന് ദൈവാത്മാവും ദൈവസഭയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. വാക്കുകൾ ശ്രദ്ധിച്ചോണം. തിരുവെഴുത്ത് പറയുന്ന പോലെ, ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്ന. തിരുവെഴുത്ത് പറയുന്ന പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ പുറപ്പെടും. ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ നമ്മൾ വായിച്ച ആ 37-ാമത്തെ വാക്യമാണുള്ളത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. 39-ാമത്തെ വാക്യം. ഇന്ന് രാത്രി ദാഹം തീർക്കാനുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി ഇതാണ്. ആ വാക്യം വായിക്കണം. ഇതാണ് ഈ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ കുടിക്കട്ടെ, സൗജന്യമായിട്ടത് നേടട്ടെ. കാരണം എന്താണെന്ന് ഈ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടും. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച് പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ല. രാത്രി ദാഹിക്കുന്നവൻ വരട്ടെ എന്ന് പറഞ്ഞ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യം അതാണ് വളരെ പ്രധാനം. യേശു കർത്താവ് പറഞ്ഞു, യേശു കർത്താവിൻ്റെ തേജസ്കരണം, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി ദാഹം തീർക്കാൻ ദൈവപുത്രൻ ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അവൻ മഹത്വീകരിക്കപ്പെട്ടു. ഇന്ന് രാത്രി മഹത്വീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ മഹത്വം എന്നറിയാം. പാപമറിയാത്തവനെ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകട്ടെ, അവൻ നമുക്ക് വേണ്ടി പാപയാഗമായിട്ട് തീർന്നു. ലോക ചരിത്രത്തിൽ ആ ഗുഡ് ഫ്രൈഡേയിൽ എന്നൊക്കെ നമുക്ക് പറയാം, ആ ദിവസത്തിൽ
ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് ദൈവപുത്രൻ കാൽവറിയിലെ കുരിശിൽ കയറി നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു. വേദപുസ്തകം പറയുന്നു, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ നമുക്ക് വേണ്ടി ഒരു അകൃത്യയാഗമായിട്ട് തീർന്നു. ബാബുച്ചാൻ്റെ വാക്കുകൾ ഞാൻ അനുസരിക്കണമല്ലോ, വേഗത്തിൽ അവസാനിപ്പിക്കുക. 2 കള്ളന്മാരുടെ നടുവിൽ യേശു കർത്താവ് കിടന്നപ്പോൾ ഉറക്കെ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് ആ അന്ധകാരത്തിൻ്റെ നടുവിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കും. നിത്യനരകാഗ്നിയിൽ ഞാനും നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടുന്ന നിത്യശിക്ഷാവധി ആ തൻ്റെ മേൽ കർത്താവ് ഏറ്റെടുത്തപ്പോൾ എല്ലാവർക്കും വേണ്ടി അവൻ ദാഹിച്ചു, അലറിക്കരഞ്ഞു, സ്വന്തം തോളിൽ തലചായ്ച്ചു പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. ലോകത്തിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട്, മറുവിലയായിട്ട്, സമ്പൂർണ്ണയാഗമായിട്ട്, ആദാമ്യ പാപത്തിന് പരിഹാരമായിട്ട്, ഏകൻ്റെ അനുസരണക്കേടിനാൽ സംഭവിച്ച കാര്യത്തിന് ഏകൻ്റെ അനുസരണം ഒരിക്കൽ എന്നേക്കുമായിട്ട് പരിഹാരം വരുത്തി മരിച്ചു, അടക്കപ്പെട്ടു. താൻ വാഗ്ദത്തം ചെയ്ത പോലെ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആ ജീവജല നദി ഏതാ? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല, ഒന്ന് കർത്താവിനെ വിശ്വസിക്കണം, അവൻ്റെ വചനത്തെ വിശ്വസിക്കണം. ജീവജല നദിയായ കർത്താവ്, ആ ജീവജല നദിയായ കർത്താവ് നമ്മെയും ജീവജല നദികളാക്കി തീർക്കും. നമ്മുടെ ഉള്ളിലേക്ക് വരും. പരിശുദ്ധാത്മാവ് സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരികയും ആ ജീവജല നദി ഒഴുകുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മിൽ ഒഴുകും. ദൈവപുത്രൻ നമ്മുടെ ജീവിതത്തിൽ ഒഴുകി. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവൻ പാറയെ ജലതടാകമാക്കി തീർക്കും എന്ന് പറഞ്ഞ കർത്താവ് ആ പാറയാണല്ലോ. ആ പാറ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ, കുരിശന്മേൽ 2 കള്ളന്മാരുടെ നടുവിൽ ആ പാറ ഉയർത്തപ്പെട്ടപ്പോൾ ആ പാറ ഉരുകി ജീവജല നദിയായിട്ട് തീർന്നു. That is the secret of the death of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ പാറ മരുഭൂമിയിൽ അത് ഉരുകി വെള്ളമായി തീർന്ന പോലെ ജീവജലം നൽകുവാനായിട്ട് അവരെ അനുഗമിച്ച പാറയായ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ പാറയായ ക്രിസ്തു ഉരുകി ജീവജല നദിയായിട്ട് തീർന്നു. ഇന്ന് രാത്രി കർത്താവിലേക്ക് വരണം. ദാഹിക്കുന്നവനെല്ലാം, ആര് തന്നെയാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് വരണം. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് തരും. പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ ഉണക്കുക. 1-2 ഭാഗങ്ങളിലൂടെ പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത്യാവശ്യം ഇന്ന് രാത്രി പറയേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കർത്താവേ, ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. ഞാൻ പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാണ്. ഞാൻ പാപത്തിൻ്റെ അടിമയാണ്. ഞാൻ ദാഹിക്കുന്നു, എന്നെ രക്ഷിക്കണം. ഇന്ന് ആര് പറയും? കർത്താവ് പറഞ്ഞു, പുത്രൻ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ. ഇന്ന് രാത്രി കർത്താവിലേക്ക് വരുന്ന ഭൗതികമായ നന്മകൾക്കല്ല. കർത്താവ് പറഞ്ഞു, പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിനാണ് ഞാൻ വന്നത്. സത്യത്തിന് അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ടാണ്. സത്യത്തിന് സാക്ഷികളായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം എൻ്റെ വാക്കുകൾ കേൾക്കും. ഇന്ന് രാത്രി സത്യത്തിനായിട്ട് ദാഹിക്കുന്നുണ്ടോ? കർത്താവേ, ഞാൻ പാപത്തിൻ്റെ അടിമയാണ്, എൻ്റെ ഹൃദയം നിനക്കായിട്ട് ദാഹിക്കുന്നു എന്ന് ആര് ദൈവസന്നിധിയിൽ ഏറ്റുപറയും, സമർപ്പിക്കും? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവ് സുവിശേഷം കേൾക്കുമ്പോൾ ഹൃദയത്തിലേക്ക് വരും. ദൈവപുത്രൻ ഹൃദയത്തിലേക്ക് വരും. 1 ദിവസത്തേക്കല്ല, 10 ദിവസത്തേക്കല്ല, ഒരിക്കൽ എന്നേക്കുമായി. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം പിശാചിൻ്റെ മന്ദിരമാണ്. ദൈവാത്മാവിൻ്റെ മന്ദിരമായിട്ട് തീരാൻ തക്കവണ്ണം അവിടുത്തെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞ്
കർത്താവിൻ്റെ മുമ്പാകെ അവൻ്റെ വാക്കുകളെ, അവൻ്റെ വചനത്തെ, ദൈവാത്മാവ് നമ്മോട് പറയുന്ന ആലോചനകളെ ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ, ദാഹം തീർത്തവരായി ഇന്ന് യോഗത്തിൽ പിരിഞ്ഞു പോകാമെന്ന് മാത്രം, എന്നും ദാഹം കൂടാതെ അനേകരുടെ ദാഹത്തിന് തൃപ്തി വരുത്തുന്ന ജീവജല നദിയായിട്ട്, ജീവജലത്തിൻ്റെ ഉറവായിട്ട് നിങ്ങളുടെ ജീവിതം തീരും. ശമരിയ സ്ത്രീക്ക് അത് സംഭവിച്ചു. അവൾ എല്ലാവർക്കും പാപം കൊടുക്കുന്നവളായിരുന്നു. എന്നാൽ ജീവജലം, ആ പട്ടണം മുഴുവൻ ആ സ്ത്രീ മുഖാന്തരം രക്ഷിക്കപ്പെടാനായിട്ടിടയായിട്ട് തീർന്നു. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നുവെന്ന് ആര് ഈ യോഗത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ആരുടെ തീരുമാനമെടുക്കും? എൻ്റെ ഹൃദയം ദൈവമില്ലാത്ത, പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ ഹൃദയമാണ്. കർത്താവെ, അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ അങ്ങേക്കേ കഴിയൂ. അങ്ങാണ് പറഞ്ഞത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ, അങ്ങയ്ക്കല്ലാതെ ആർക്കും പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാനും ജീവജലനദിയാക്കുവാനും കഴിയുകയില്ല. അങ്ങയ്ക്ക് മാത്രം. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് വരണമേ എന്ന് പറഞ്ഞാൽ ആ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ, തിരുവെഴുത്തുകളെ പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടും. ഈ ചിന്തകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ യോഗത്തിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് കഴിവുള്ള സഹോദരന്മാരിവിടെ ഉണ്ട്. നിങ്ങളുടെ ആഗ്രഹം ആ കാര്യത്തിൽ പറയാം. നമുക്കൊരുമിച്ച് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ മഴയെ മാറ്റി, ഈ നാം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിരുന്ന വിഷയങ്ങളെയൊക്കെ മാറ്റി സമൃദ്ധിമായ ഐക്യതയോടെ, പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കാൻ നമ്മെ അനുവദിച്ച ദൈവത്തിന്, തൻ്റെ വചനം കേൾപ്പിച്ച ദൈവാത്മാവിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ദൈവവചനം നമ്മോട് അറിയിച്ചു. ആ വചനത്തിന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ അവസാന കാര്യം പോലെ ഈ വചനത്തെക്കുറിച്ച് കൂടുതലേറെ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സഭയുടെ ആ പ്രവർത്തനങ്ങളും ആ കാര്യങ്ങളും കൂടി ഒന്ന് പറയുവാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ റോഡിൻ്റെ എതിർവശത്ത് തിരുനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെ ഒരു അംഗൻവാടി ഉണ്ട്. അവിടെ നമ്മൾ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും സഭയായി ഞങ്ങൾ ആരാധിക്കുന്നു. തിരുവചന വെളിച്ചത്തിൽ, പുതിയ നിയമ വചന അടിസ്ഥാനത്തിൽ ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, ആ നിലയിൽ സഭയായിട്ട് ഈ ദേശത്തിൻ്റെ മധ്യേ പേയാട് ബ്രദറൻ സഭ എന്നുള്ള നിലയിൽ ഞങ്ങൾ സാക്ഷ്യം പുലർത്തി ജീവിക്കുന്നു. ഇന്ന് കേട്ട വചനം അടിസ്ഥാനപ്പെടുത്തി ദൈവത്തിൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് നിത്യജീവൻ അവകാശികളായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മൈക്കിൻ്റെ ശബ്ദപരിധിക്കിരുന്ന് കേൾക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരന്മാർ, ഇന്ന് കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേട്ട അനുഗ്രഹീത വചനങ്ങളെക്കുറിച്ചും യേശു കർത്താവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സഭാ ഹാളിലേക്ക് കടന്നു വരണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിനയമായി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും ഞങ്ങളുടെ സഭയിൽ ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്. വചന പഠനത്തിനായിട്ട് നിങ്ങളെ എല്ലാവരെയും തുടർന്നും അവിടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. താല്പര്യപൂർവ്വം കടന്നു വരണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അനുഗ്രഹീതമായ വചനം നമുക്കവിടെ പഠിക്കുവാൻ സാധിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ ഞങ്ങൾ 9:30 മുതൽ 12 മണി വരെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും തിരുവചന അടിസ്ഥാനത്തിൽ കർത്തൃമേശയിലൂടെ ആരാധിക്കുന്നു. നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയുവാനും ആ കാര്യങ്ങൾ കാണുവാനും സഭാ ഹാളിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതും ഞങ്ങൾ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു. ആ നിലയിൽ ഇനിയും താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കടന്നു വരാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് രാത്രിയിലും ഐശ്വര്യമായി ദൈവത്തിൻ്റെ ദൂത് നമ്മളോട് അറിയിച്ച കർത്താവിൻ്റെ ദാസന് നന്ദി അറിയിക്കുന്നു. ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വന്ന് കുടിപ്പീൻ.
എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവ നദി പുറപ്പെടും. ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ കുടിക്കണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. ചെലവില്ലാതെ കുടിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവദാസൻ ഓർപ്പിച്ചത്, നമ്മുടെ രാജാതി രാജാവ് ഉന്നതനായ ദൈവം പറഞ്ഞത്, സൗജന്യമായി കുടിപ്പീൻ. സൗജന്യമായി കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. സൗജന്യമായി കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. സൗജന്യമായി കൊടുക്കുന്നവനാണ് നമ്മുടെ രാജാതി രാജാവ്. ഇന്ന് കേട്ട, ഇന്ന് വിളിച്ചു പറഞ്ഞ ആ രാജാതി രാജാവ് സാധാരണപ്പെട്ടവനല്ല പ്രിയപ്പെട്ടവരെ. അനേക നേതാക്കന്മാർ ഈ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട്. അനേക മത നേതാക്കന്മാർ വന്നിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തെ തന്നെ രണ്ടായി വിഭാഗിച്ചുകൊണ്ട് AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് ഇതാ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ലോകത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹമാണ് കർത്താവായ യേശു ക്രിസ്തു. അദ്ദേഹം വന്നത് ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി അല്ല, സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം ഉണ്ടാക്കുവാനാണ്. റോമാലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടവരായി. ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടവരായി തീർന്നു. ഞങ്ങളെ ഇവിടെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, അയൽവാസികളെ, ഞങ്ങളെ ഈ ശബ്ദപരിധിക്കുള്ളിൽ നിന്ന് ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയുവാനുള്ളൊരു കാര്യം ഒന്നേ ഉള്ളൂ. യേശു കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്, നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. മകനെ, മകളെ എന്നുള്ള ആ ഇമ്പസ്വരം കേൾക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കടന്നു വന്ന് സൗജന്യമായി കുടിക്കുക. അനേകർ ഈ സൗജന്യമായതിനെ ത്യജിച്ച് കളഞ്ഞിട്ട്, ഈ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് പൊട്ട കിണറുകൾ കുഴിച്ച്, വെള്ളമില്ലാത്ത കിണറുകളെ കുഴിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട്. നാം കേട്ടു, നിങ്ങളുടെ പാപം എത്ര ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ ഒരു വലിയനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞ ഈ ദൈവമെന്ന് പറയുന്നത്, നിങ്ങളുടെ വസ്ത്രം രക്താംബരം പോലെ ചുമന്നതാണെങ്കിലും അതിനെ പഞ്ഞി പോലെ വെളുപ്പിക്കാമെന്ന് കൽപ്പിച്ച ഒരു കർത്താവ് ഈ ലോകത്തിൽ ആരുമില്ല. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, അഖിലാണ്ടത്തെ ഉളവാക്കിയവൻ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾ വന്ന് സൗജന്യമായി കുടിച്ചുകൊള്ളുവാൻ, സൗജന്യമായി കുടിക്കുവാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്. ഒരു പൈസ പോലും ചെലവാക്കണ്ട. നിങ്ങൾ ഒരു പൈസയും കൊടുക്കണ്ട. അനേകർ പൈസയ്ക്ക് വേണ്ടി ഇതാ ആഗ്രഹിച്ച് നടക്കുന്നു. നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കുമായിരിക്കും, നിങ്ങൾ ഈ മഴയും പിടിച്ച് എന്തിനാ, നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലയോ, എന്തിനാണ് നിങ്ങൾ ഈ വേസ്റ്റ് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയില്ല. രാജാവിൻ്റെ കൽപ്പനയാണ്. എന്താണ് അദ്ദേഹം കൽപ്പിച്ചത്? നിങ്ങൾ ലോകമെമ്പാടും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. സകലരെയും ഇതാ മാനസാന്തരപ്പെടുത്തി സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കണം എന്നുള്ള കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ 2 ദിവസം ഈ പ്രദേശത്ത് ഈ മീറ്റിംഗ് നടത്തുവാൻ ഇടയായത്. ഞങ്ങൾക്കും ജോലിയുള്ളവരാ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞങ്ങൾക്ക് ജോലി ഇല്ലാത്തവരല്ല, പണിയില്ലാത്തവരല്ല. പക്ഷെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങളും അനുഭവിക്കണം. ഞങ്ങൾ കുടുംബമായിട്ട് സന്തോഷം അനുഭവിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്, സന്തുഷ്ടിയുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷമില്ലെങ്കിൽ ഈ നല്ല കർത്താവിനെ അറിഞ്ഞാൽ, ഹൃദയംഗമായി അറിഞ്ഞാൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയവുമില്ല. മനുഷ്യനെല്ലാവരും പാപികളായി ജനിച്ചു, പാപികളായി മരിക്കുവാൻ പോകുകയാണ്. പാപത്തിൻ്റെ ശമ്പളമായ മരണം
എല്ലാവരും കരസ്ഥമാക്കുവാൻ പോകുകയാണ്. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായി അവസാന ദിവസമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗമെന്നും നരകമെന്നും 2 സ്ഥലങ്ങളുണ്ട്. സ്വർഗത്തിലേക്ക് പോകുവാൻ ശകല ബുദ്ധിമുട്ടാണ്. എന്താണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യേശു കർത്താവ് നിന്റെയും എൻ്റെയും പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് യേശു ക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവകാശം കൊടുത്തു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ നല്ല കർത്താവിൻ്റെ അടുത്തേക്ക് പോണം. അല്ല എങ്കിൽ വേറൊരു സ്ഥലമുണ്ട്, നിത്യമായ നരകം. നിത്യമായ നരകം ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ടുകൊണ്ട് കൊട്ടത്തേങ്ങ വെള്ളത്തിൽ കൂടി പോകുന്നതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്തിച്ചേരുന്നത് ഇതാ ഒരു പെരും നദിയിലേക്കാണ് നിങ്ങൾ വീഴുവാൻ പോകുന്നത്. നിങ്ങളുടെ അവസ്ഥ ഭയങ്കരമായിരിക്കും. നാശകരമായ ആ മഹാനരകത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെടാത്ത എല്ലാ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് പറയുവാനുള്ള സന്തോഷം ഇതാണ്: നിങ്ങൾ പോകുന്നത് നാശകരമായ ഇതാ കുഴിയിലേക്കാണ് വീഴുവാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോണോ നരകത്തിലേക്ക് പോണോ? സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ഒരു പൈസ പോലും മുടക്കണ്ട, ഒരു പള്ളിയിലും പോകണ്ട. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്ന എന്താണെന്ന് പറയാമോ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ഹല്ലേലൂയ, വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവകാശം കൊടുത്തു. റോമാലേഖനം 10-9 ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ടേറ്റ് പറയുകയും ദൈവവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ്കൊണ്ടേറ്റ് പറഞ്ഞ് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് നിന്റെ പാപം ഇന്ന് രാത്രിയിൽ ഏറ്റു പറയുന്നെങ്കിൽ നിനക്ക് സമാധാനമായി ഉറങ്ങുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് സമാധാനമില്ല, എനിക്കറിയാം. അനേക ഹൃദയങ്ങളിൽ സമാധാനമില്ല, അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ എങ്ങും പോകണ്ട. യേശു കർത്താവ് നിങ്ങളെ സ്നേഹത്തോട് വിളിക്കുന്നു, മകനെ, മകളെ. വേറെ ഒരു ശബ്ദമില്ല. എൻ്റെ അടുത്തേക്ക് നീ കടന്നു വരുമോ? ഇത് വിലയില്ലാതെ വാങ്ങുമോ? വാങ്ങി നീ കുടിക്കുമോ? ഈ ഭൗതികമായ വെള്ളത്തെക്കുറിച്ച് അല്ല പറയുന്നത്, ആത്മീയമായ സ്വർഗീയമായതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഇതാ വില കൂടാതെ വാങ്ങിച്ചു കുടിച്ചാൽ ഇതാ ജീവന്റെ ജല നദി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കും. മാത്രമല്ല, സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴിയാണത്. യേശു കർത്താവിൽ കൂടെ അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ ആ സന്നിധിയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ യേശു കർത്താവിൻ്റെ വാക്കുകളാണ് ഇന്ന് കേട്ടത്. കടന്നു വന്ന് വില കൂടാതെ വാങ്ങി കുടിക്കുവീൻ. ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ യേശു കർത്താവിനെ അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി: അയ്യോ കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് പരിഹാരമായി അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ അങ്ങ് ആ മരക്കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എനിക്ക് വേണ്ടി വീണ്ടും വരുന്നവനാകയാൽ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഏത് ദേഹിയും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ മതി. നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശികളായി തീരും. ഇതാ നിത്യജീവന് അവകാശികളായി തീരും. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു കർത്താവ് വരുവാൻ പോകുകയാണ്. ഇന്ന് ഈ കാണുന്ന സംഭവങ്ങളൊക്കെയും ഗൾഫിൽ ഇതാ യുദ്ധം നടക്കുകയാണ്. നാളെ എന്ത് നടക്കുമെന്ന് ഞങ്ങൾ ആരും അറിയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, യേശു കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. യേശു കർത്താവ് വരുവാൻ ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ
ചെയ്യുവാൻ ഞാൻ രണ്ടാമതും വരുമെന്ന് പറഞ്ഞ കർത്താവ് ഇതാ മധ്യാകാശേ വരുവാൻ പോകുകയാണ്. കാഹളത്തിന്റെ ശബ്ദം ധ്വനി മുഴങ്ങുവാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കാഹളത്തിന്റെ ധ്വനി കേൾക്കണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവിൽ വിശ്വസിക്കുക, ദൈവത്തെ അംഗീകരിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. ഈ സത്യ വചനം വായിക്കുക. നിങ്ങൾ കേട്ടതുപോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് കടന്നു പോകാം. ഇല്ലയോ, ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് നിത്യമായ നരകത്തിലേക്ക് പോകുവാൻ ഇടയാകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഈ പറഞ്ഞു കേട്ടതുള്ളൂ. ഇവർക്കൊന്നും വേറെ ജോലിയില്ലാതെ രണ്ട് മഴയാനായിട്ടും പിന്നെയും വന്ന് ഞങ്ങളോട് പറയുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേറെ ഒന്നുമല്ല, നിങ്ങളെയും സ്വർഗത്തിൽ കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെയും സ്വർഗത്തിലേക്ക് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പോകും കേട്ടോ. കർത്താവ് ഇപ്പം വരികയാണെന്നുണ്ടെങ്കിൽ രൂപാന്തരപ്പെട്ട ക്രിസ്തുവിനോട് ഞങ്ങൾ ചേർന്ന് ഉയർത്തെഴുന്നേറ്റ് പോകും. ഹല്ലേലൂയ! എല്ലാവരും കൈ ഉയർത്തി വരുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. നമുക്ക് ഈ പ്രത്യാശയോടുകൂടി ഈ മീറ്റിംഗ് അവസാനിച്ച് നമുക്ക് കടന്നു പോകാം. ദൈവം കടന്നു വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ അയൽവാസികളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ താമസിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ അയൽവാസി, ഈ ശബ്ദപരിധിയിൽ നിന്ന് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി കേൾപ്പിച്ച കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. നിൻ സ്നേഹം എത്ര അവർണ്ണനീയം എന്നുള്ള പാട്ട്. അതായത് ഏത് കൊടുമുടിയേക്കാളും ഏത് ആകാശ വിധാനത്തെക്കാളും ഒന്നിനോട് ഉപമിക്കുവാൻ കഴിയില്ല ദൈവത്തിൻ്റെ സ്നേഹം. യേശു നിങ്ങളെ മാടി വിളിക്കുന്നു, യേശു സ്നേഹത്തോടെ വിളിക്കുന്നു. ആ യേശുവിനെ സ്വീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെടുത്തും നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ അവർ ബാലൻസ് കാര്യങ്ങൾ നിങ്ങളോട് പറയും. നമുക്ക് തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം. മഹോന്നതനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഉന്നതനായ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള നിലയിൽ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ അടുത്ത് കടന്നു വന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൂത് ഇന്നും കേൾക്കുവാൻ അവിടുത്തെ ദാസനിൽ കൂടെ കർത്താവെ അങ്ങേ അദ്ദേഹത്തെ ബലപ്പെടുത്തി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. വിലയില്ലാതെ കുടിക്കുവാൻ അനേകരെ കർത്താവെ അവിടുന്ന് മാടി വിളിച്ചു. കടന്നു വന്ന് കുടിക്കുവേൻ എന്ന് പറഞ്ഞ കർത്താവ്, കൽപ്പിച്ച കർത്താവ്, ആ കൽപ്പന അനുസരിക്കുവാൻ അനേകരെ ഇടയാക്കണം. വിലയില്ലാതെ വാങ്ങിച്ച് കുടിക്കുവാൻ, ഈ രക്ഷ കരസ്ഥമാക്കുവാൻ എല്ലാവരെയും ഇടയാക്കിക്കാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെയും ഹൃദയത്തിനോട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം അനുഗ്രഹിച്ചാട്ട് വിശ്വാസത്തിൽ ഉറച്ച് മറ്റുള്ളവരോട് പറയുവാനുള്ള കൃപകളെ കൊടുത്താട്ട് രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവർക്ക് രക്ഷിക്കപ്പെടുവാനുള്ള ആ വിശ്വാസത്തെ കൊടുത്താട്ടപ്പച്ച. ആരും നശിച്ചു പോകാതെ എല്ലാവരും എല്ലായിടവും മാനസാന്തരപ്പെടണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. അത് വാസ്തവമായിട്ട് അനുസരിച്ച് ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ഇടയാക്കാട്ടെ. അങ്ങനെയുള്ള ഹൃദയങ്ങളോട് അവിടുന്ന് ഇടപെട്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ എല്ലാത്തിനെയും നിയന്ത്രിച്ചതിനായി സ്തോത്രം. ഇതിൽ ഇടിയതിൻ്റെ മക്കളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇത് കർത്താവെ ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത നിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പേയാട് ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള സഹോദരി സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊയറിൽ പാടിയ നിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിച്ചാട്ട് എല്ലാ കൃപകളും കൊടുത്താട്ട് അനേകർക്ക് പ്രയോജനമുള്ളവരായിട്ട് വരുന്ന ദിവസങ്ങളും ആയിരിക്കാൻ അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ ആമീൻ. കർത്താവായ യേശുവേ വരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങളൊക്കെ ആയിരിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ താഴ്മയും വിനയമായി ചോദിക്കുന്നു, ഇവിടെ കേൾക്കണമേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങളെ ഓർപ്പിച്ച എല്ലാ വിഷയങ്ങളോടും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ചുറ്റുപാടിനോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.